ഈശോയിൽ ഏറെ പ്രിയപ്പെട്ടവരെ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2005 ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രസംഗമധ്യേ അവരോട് താൻ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം പങ്കുവച്ചു. 69 വർഷങ്ങൾക്ക് മുൻപ് 1936 മാർച്ച് മാസത്തിലെ ഒരു ഞായറാഴ്ച ദിവസമാണ് അദ്ദേഹം ആദ്യ കുർബാന സ്വീകരിച്ചത്. പള്ളി അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ദേവാലയത്തിൽ ദൈവിക സംഗീതം മുഴങ്ങി നിന്നിരുന്നു. അദ്ദേഹം ഉൾപ്പെടുന്ന 30 ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈശോയെ സ്വീകരിച്ചത്. തൻ്റെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ അത് ശക്തമായി അനുഭവിക്കുവാൻ തനിക്ക് സാധിച്ചു എന്ന് അദ്ദേഹം പങ്കുവച്ചു. ആ ഈശോയോട് തൻ്റെ ഹൃദയത്തിൽ എന്നേക്കുമായി വസിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ ഈശോയോട് അദ്ദേഹം വാഗ്ദാനം ചെയ്തു, ഇനി ഒരിക്കലും അങ്ങയെ വേദനിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്ന് സംസാരമോ പെരുമാറ്റമോ ഉണ്ടാകാതിരിക്കാനായി ഞാൻ ശ്രദ്ധിച്ചുകൊള്ളു. ഇന്നുവരെ ആ വാഗ്ദാനത്തോട് വിശ്വസ്ത പുലർത്തുവാൻ തനിക്കായി എന്ന് അദ്ദേഹം കുഞ്ഞുങ്ങളോട് പങ്കുവച്ചു. കത്തോലിക്കരായ എല്ലാ ക്രൈസ്തവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആദ്യ കുർബാന സ്വീകരണ ദിവസം. ആദ്യ കുർബാന സ്വീകരണത്തിലും ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന സ്വീകരണത്തിലും ഒക്കെ ഈശോ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കത്തോലിക്ക സഭ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥരായി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച 2 കുഞ്ഞുങ്ങളെയാണ് ഓർക്കുന്നത്. അതിൽ ആദ്യത്തേത് 12-ാം വയസ്സിൽ ഈശോയ്ക്ക് വേണ്ടി മരിച്ച വിശുദ്ധ തർസ്യൂസിയൂസ് ആണ്. 3-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ സീസർ വലേരിയൂസിന്റെ കാലഘട്ടത്തിലാണ് ഈ കുഞ്ഞ് ജീവിച്ചിരുന്നത്. ക്രൈസ്തവർ മതപീഡനത്തിന് വിധേയരായിരുന്നതിനാൽ അവർ കാറ്റക്കൂമ്പുകളിലായിരുന്നു ഒരുമിച്ച് കൂടിയിരുന്നതും വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നതും. ധാരാളം നിഷ്കളങ്കരായ ക്രൈസ്തവരെ റോമൻ പട്ടാളക്കാർ പിടിച്ച് ജയിലിൽ അടച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാനായി വൈദികർ പോകുകയാണെങ്കിൽ അത് അപകടകരമാണെന്ന് സഭ മനസ്സിലാക്കി. അതുകൊണ്ട് അവർ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളോട് വിശുദ്ധ കുർബാന ജയിലുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിനായി ആവശ്യപ്പെട്ടു. അപ്പോൾ സധൈര്യം സ്നേഹത്തോടെ തർസീസിയൂസ് മുന്നോട്ട് വരികയും വിശുദ്ധ കുർബാന കൊണ്ടുപോകാനുള്ള തന്റെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. അവന് വിശുദ്ധ കുർബാന നൽകുമ്പോൾ വൈദികൻ അവനെ ഓർമ്മിപ്പിച്ചു, നിന്റെ കൈകളിൽ തരുന്ന ഈ ദിവ്യരഹസ്യങ്ങളെ നീ അതിപാവനമായി സംരക്ഷിക്കണം. ഇതൊരിക്കലും അവഹേളിക്കപ്പെടാൻ ഇടയാകരുത്. അവൻ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്ന താലം കൈകളിൽ സ്വീകരിച്ച് അത് തൻ്റെ ഉടുപ്പിനുള്ളിൽ വെച്ച് കൈ ഭക്തിയോടെ അതിനു മുകളിൽ പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന നൽകുവാനായി പോയി. പോകുന്ന വഴിയിൽ അവനെ പരിചയമുണ്ടായിരുന്ന വിജാതീയരായ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അവർ അവനെ കളിക്കാനായിട്ട് വിളിച്ചു. എന്നാൽ വിശുദ്ധ കുർബാന തന്റെ കൈവശം ഉണ്ടായിരുന്നതിനാൽ അവരെ ശ്രദ്ധിക്കാതെ അവൻ മുന്നോട്ട് പോയി. കുട്ടികൾ പ്രകോപിതരാവുകയും അവന്റെ അടുത്തേക്ക് വരികയും അവൻ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് കൗതുകം തോന്നുകയും അതെന്താണെന്ന് അറിയാനായി അവർ അവനെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. അവരുടെ ആക്രമണത്തിൽ ജീവൻ പോകാറായ ഒരു സമയത്ത് ഒരു ക്രിസ്ത്യാനിയായ റോമൻ പട്ടാളക്കാരൻ ആ വഴി വരികയും അവനെ രക്ഷിച്ച് ക്രൈസ്തവരുടെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും അവന്റെ ജീവൻ പിരിഞ്ഞു പോയിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അങ്ങനെ ജീവൻ സമർപ്പിച്ച തർസീസിയൂസ് വിശുദ്ധ കുർബാനയുടെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥനായി തിരുസഭയിൽ വണങ്ങപ്പെടുന്നു. 2-ാമത്തെ ആള് വാഴ്ത്തപ്പെട്ട ഇമ്മേൽഡ ലംബർത്തീനിയാണ്. വിശുദ്ധ ഇമ്മേൽഡ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയായിരുന്നു. അവളുടെ വലിയ ആഗ്രഹം ഈശോയെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ 11 വയസ്സ് മാത്രം പ്രായമായ അവൾക്ക് വിശുദ്ധ കുർബാന നൽകുവാനായി അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യ കുർബാന സ്വീകരണത്തിന് സമയം 14 വയസ്സായിരുന്നു. ഒരിക്കൽ അവൾ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികാരിയച്ചൻ അവളുടെ തലയുടെ മുകളിൽ ഒരു തിരുവോസ്തി ഇറങ്ങി വന്ന് നിൽക്കുന്നതായും അതിൽ നിന്നുള്ള പ്രകാശം അവളിൽ പതിക്കുന്നതായും കണ്ടു. അത് ഒരു അടയാളമായി എടുത്ത് 11-ാം വയസ്സിൽ ഇമേൽഡയ്ക്ക് വികാരിയച്ചൻ ആദ്യ കുർബാന നൽകി. ആദ്യ കുർബാന സ്വീകരണ വേളയിൽ ഈശോയോടുള്ള ഒരു വലിയ ആത്മീയ ഐക്യത്തിലേക്ക് അവൾ പ്രവേശിച്ചു. ആ എക്സ്റ്റസിയിൽ അവളുടെ ജീവൻ ഈശോ സ്വീകരിച്ചു എന്നാണ് അവളുടെ ജീവചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇങ്ങനെ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ജീവിതം കൊടുക്കുകയും ചെയ്ത ഈ രക്തസാക്ഷികളുടെ വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ ഫലങ്ങളായി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1391 മുതൽ 1401 വരെയുള്ള നമ്പറുകളിൽ വിവരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഈശോയുമായുള്ള
ഐക്യത്തിലേക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും പ്രവേശിക്കുന്നു എന്നതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഈശോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക്, അവന്റെ ആത്മാവിലേക്ക് പ്രവേശിച്ച് അവിടെ വസിക്കുന്നു. ഈ വാസം ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതിഫലനമാണ്. അതായത് ഈശോയും പിതാവും തമ്മിലുള്ള അതേ ബന്ധത്തിലേക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും പ്രവേശിക്കുന്നു. 57-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പിതാവ് എന്നെ അയച്ചു, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതായത് നമ്മളുടെ ആത്മീയ ജീവിതത്തിന്റെ ഊർജം, കരുത്ത്, നമ്മളുടെ ജീവൻ, അത് വിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ രണ്ടാമത്തെ ഫലം അത് പാപങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുന്നു എന്നതാണ്. വിശുദ്ധ കുർബാന നമുക്കായി നൽകപ്പെട്ട ഈശോയുടെ ശരീരമാണ്. അത് അനേകരുടെ പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെട്ട ഈശോയുടെ രക്തമാണ്. വിശുദ്ധ കുർബാന സ്വീകരണം പാപത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മെ കഴുകി സംരക്ഷിക്കുവാൻ, ഈശോയോടുള്ള ഐക്യത്തിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കും. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ മൂന്നാമത്തെ ഫലം അത് സഭാ ശരീരത്തെ പടുത്തുയർത്തുന്നു എന്നതാണ്. വിശുദ്ധ കുർബാന സഭയെ നിർമ്മിക്കുന്നു. മാമോദീസായിലൂടെ ഓരോ ക്രൈസ്തവനും ക്രൈസ്തവയും സഭയിലെ അംഗമായി തീരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങളിൽ തിരുസഭയെ ഈശോയുടെ ശരീരമായാണ് അവതരിപ്പിക്കുന്നത്. ആ ശരീരത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ശരീരത്തിലെ അംഗങ്ങളായ നാം ശക്തിപ്പെടുന്നു, സഭ പടുത്തുയർത്തപ്പെടുന്നു. അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, വിശുദ്ധ കുർബാനയിലെ ഈശോയോടുള്ള നമ്മളുടെ സ്നേഹം ഈശോയെ സ്വീകരിച്ചുകൊണ്ട് നാം പ്രകടിപ്പിക്കുമ്പോൾ സഭാ ശരീരം വളരുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ നാലാമത്തെ ഫലം അത് പാവങ്ങളോട് നമ്മെ കടപ്പാടുള്ളവരാക്കി മാറ്റുന്നു എന്നതാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ തന്റെ ശരീരവും രക്തവും നമുക്ക് പങ്കുവെച്ചു തരുന്നു. അതിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈശോയെ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഇതേ ഈശോ തന്നെയാണ് പാവപ്പെട്ടവരിലും ദരിദ്രരിലും ആരുമില്ലാത്തവരിലും ഒക്കെ ഉള്ളത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം ഈശോ നമ്മുടെ സഹജീവികളിൽ സന്നിഹിതനായിരിക്കുന്നതിനാൽ ആ ഈശോയെ സ്നേഹിക്കുവാനും ആ ഈശോയെ ശുശ്രൂഷിക്കുവാനുമുള്ള വലിയൊരു കടപ്പാടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സഹജീവികളോട് നമ്മളുടെ കാരുണ്യം കാണിക്കുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിലെ ഈശോയോടുള്ള നമ്മളുടെ ആരാധന നാം പ്രകടിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. വിശുദ്ധ ജമ്മ ഗൽഗാനി ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം തൻ്റെ കൈകൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയ ജ്വലനം നടക്കുന്നതായി അനുഭവപ്പെട്ടു. അവൾ കൂട്ടുകാരോട് വളരെ നിഷ്കളങ്കമായി ചോദിച്ചു, ഇവിടെ തീ പിടിച്ചതുപോലെ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ജമ്മ ആ നിമിഷം ഒരു തീരുമാനമെടുത്തു. ഇനി ഓരോ തവണ കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിലെ ആദ്യ കുമ്പസാരവും കുർബാനയും അവസാന കുമ്പസാരവും കുർബാനയും പോലെ അത് ഒരുക്കത്തോടും യോഗ്യതയോടും കൂടി സ്വീകരിക്കുമെന്ന്. ഈ വിശുദ്ധയെ പോലെ ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങി ഈശോയെ കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുവാനായി കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉപദേശിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുവാനായി ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ കുർബാനയിലെ ഈശോയെ സ്നേഹിക്കുക. കുർബാനയിലെ ഈശോയോടുള്ള സ്നേഹം നമ്മളുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ മനോഭാവങ്ങളിൽ നമുക്ക് പ്രകടിപ്പിക്കാനായി സാധിക്കുമ്പോൾ നല്ല വ്യക്തികളായി നാം മാറും. സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും മുതൽക്കൂട്ടാവുന്ന നല്ല വ്യക്തിത്വങ്ങളുള്ള ആളുകളായി വളരണമെങ്കിൽ കുർബാനയിലെ ഈശോയോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായി ശ്രമിക്കാം. നമ്മളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.